മുഷാഹുസ് ദൽവാത്തി. എന്തെങ്കിലും മനസ്സിലായോ? മുഷാഹുസ് ദൽവാത്തി. ഇവിടെ ഈജിപ്ഷ്യൻ ശൈലിയിലെ ചില വ്യതിയാനം എന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു അൽ ലഹ്ജാത്തുൽ അമ്മിയ അൽ മസ്രിയ, ഈജിപ്ഷ്യൻ സൂപ്പർ ശൈലിയാണ്. അതിനോട് മിങ്കിളാവണം. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പൊട്ടാവും, പ്രശ്നമാവും. അപ്പോൾ നമുക്ക് അതിൽപ്പെട്ട 2 പോയിന്റ് ഇന്ന് പഠിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. മുഷാഹുസ് ദൽവാത്തി. ആദ്യത്തെ ഒരു പോയിന്റ്, മാ എന്നതിന് സാധാരണ അറബികൾ മൂ എന്ന് പറയാറുണ്ട്. ഇതല്ല, മൂഹാദ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അത് മൂഹാദ, ഇതല്ല. അതിന് പേര് പറയും മുഷ്ഹാദ എന്ന് പറയും. എന്താണ്? മുഷ്ഹാദ എന്ന് പറയും. ഓക്കെ, ഒരു പ്രശ്നമില്ല എന്നങ്ങനെ പറയും. മാഫി മുഷ്കില എന്ന് പറയുന്നവർ മുഷ്കില എന്ന് പറയും. ഓക്കെ, അതാണ് മുഷ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തത് മുഷ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ആവശ്യം എന്നുള്ളതിന് ഔസ് എന്നാ പറയുക. ഔസ് എന്ന് പറഞ്ഞാൽ ആവശ്യം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ന ഇരീദും എബി എന്നതും പറയുന്ന സ്ഥാനത്ത് ഔസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്താ വേണ്ടത്? ഔസ് ഹാഗ എന്നാണ്. നിങ്ങൾക്ക് വല്ലതും വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഔസ് എന്നതാണ്. അപ്പം മുഷ് ഔസ് വേണ്ട. മാബി എന്നതാണ് മുഷ് ഔസ്. വ്യത്യാസമല്ലേ? മുഷ് ഔസ് ഹാഗ എന്നടുത്തത്. ജ എന്ന അക്ഷരത്തെ എല്ലാ ആളുകളും ജ പറയും അറബി സാഹിത്യത്തിൽ. എന്നാൽ നിങ്ങൾ എമിറേറ്റ്സിൽ ചെന്നാൽ അവർ യാ പറയും. എന്താണ് പറയുക? യായി എന്നാണ് പറയുക. ഈലിസ് എന്നാ പറയുക. ജ എന്നാണ് UAE പറയുക. ജ എന്നുള്ളതിന് യാ പറയും, ഈലിസ്. പക്ഷെ ഈജിപ്ഷ്യൻസ് എങ്ങനെ പറയും? ഗ പറയും. വരില്ല എന്ന. ഒരു ഷ് കൂട്ടുട്ടോ ഈ ബംഗാളികൾ പറയുന്നവര്, ഹിന്ദി പറയുന്നവര്. അതാണ് എന്നാ പറഞ്ഞത്. മഗാഷ് എന്ന് പറഞ്ഞു. പുതിയ പുതിയ വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ മുഷ്ഹൗസ് ഹാജ എന്ന ഒരു വസ്തു, ഒരു കാര്യം എന്നാണ്. മുഷ്ഹൗസ് ഹാഗ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വിശദീകരണം വേണം? ഒരു വാക്കാണിത്. എന്താണ് പറഞ്ഞത്? മുഷ് ഔസ് ഹാഗ ദൽവാത്തി. ഹാദൽ വഖ്ത് എന്നതിന്, ഈ സമയം എന്നതിന് അറബി സാഹിത്യത്തിൽ അൽഹീൻ എന്ന് പറയും. അതുപോലെ ദൽഹീൻ എന്നും സംസാര ഭാഷയിൽ കോമൺ യൂസേജാണ്. ഇവർ അൽഹീനൊക്കെ കണ്ട് ഒഴിവായിട്ട് ഹാദൽ വഖ്ത് എന്ന് പറയും. നിങ്ങൾക്കറിയാലോ, നേരത്തെ പറഞ്ഞല്ലോ, ക എന്ന അക്ഷരത്തെ ആ എന്ന ഉച്ചാരണമാണ് അവർക്കുള്ളത്. അപ്പോൾ ദൽ വഖ്ത് എന്നതിന് ദൽവാത്ത് എന്നാവും. ദൽവാത്തി. മുഷ് ഹാഗ ദൽവാത്തി. ഇപ്പം മനസ്സിലായോ? മുഷ് ഔസ് ഹാഗ ദൽവാത്തി. 4ഉം ഒരു പുതിയ ഭാഷ പറയുന്നത് പോലെ തോന്നുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. ആവശ്യമാണെങ്കിൽ മറ്റു വാക്കുകളുടെ പിന്നീട് കാണാം. നെക്സ്റ്റ്.